അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ദോശ മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം. ഏകദേശം ഈ ഒരു ലെവലിലാണ് മാവ് കിട്ടേണ്ടത്. ഇതൊന്ന് മാറ്റി വെക്കാം. ഇതിലേക്കിനി കുറച്ച് വെജിറ്റബിൾസ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ആവശ്യമായി വരുന്നുണ്ട്. അതിനായിട്ട് ഞാൻ സവാള, തക്കാളി, ക്യാപ്സിക്കം, ക്യാരറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 3 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കിനി ചെറുതായി കട്ട് ചെയ്ത് വെച്ച സവാള, ക്യാപ്സിക്കം, ക്യാരറ്റ്, തക്കാളിയും കൂടെ ചേർത്ത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് വെജിറ്റബിൾസ് കുറഞ്ഞ് മുട്ടയുടെ അളവ് കൂടുതലായിട്ടാണ് നിൽക്കേണ്ടത്. ഈ ഒരു സമയത്ത് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തയ്യാറാക്കാനായി അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കുക. കലക്കി വെച്ച മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ദോശയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അധികം തിക്കാവാതെ ശ്രദ്ധിക്കണം. ഈ ഒരു സമയത്ത് ഒരു വശം ആയിക്കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഈ ഒരു പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായാൽ അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച മുട്ടയുടെ കൂട്ട് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചുട്ടെടുത്ത ആ ഒരു അപ്പം ഇതിന് മുകളിൽ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മുട്ടയൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിലിട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഒരു സൈഡ് മറ്റൊരു സൈഡിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. എന്നാലേ ആ ചീസൊന്ന് മെൽറ്റായിട്ട് വരുള്ളൂ. അങ്ങനെ ഈ ഒരു റെസിപ്പി ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിലോട്ട് മാറ്റാം. ഈ ഒരു ഫില്ലിങ്സൊക്കെ ചേർത്തുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിലോ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ പറ്റിയ ഐറ്റമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും.